സാദിഖ് വിധവ സാദിഖ് മരണത്തിൽ വല്ലാതെ തകർന്നു. സൂര്യനാരായണ സാദിഖ് വീട്ടിൽ ചെന്ന് അനുശോചന സന്ദേശം അറിയിച്ച് തിരിച്ചു വരുന്നു. ഉള്ളിലുറങ്ങിയ വിഷമത്തെ നഷ്ടബോധത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി സമാധാനിക്കുന്നു. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പഴയതുപോലെ തന്നെ നീങ്ങുന്നു. സാദിഖ് സ്വപ്നമായിരുന്നു ആശുപത്രിക്ക് ഒരു അനക്സ് നിർമ്മിക്കുക. അത് ദരിദ്രർക്ക് മാത്രം ഉപകരിക്കും. ചികിത്സ സൗജന്യം. ആ കെട്ടിട നിർമ്മാണത്തിനായി ധനം ശേഖരിക്കുവാൻ സൂര്യനാരായണ റാവു തീരുമാനിച്ചു. ഇക്കുറി വാർഷികാഘോഷം ഷൺമുഖാനന്ദ ഹാളിൽ നടത്തുക. അനസൂയബായി സ്റ്റേജിൽ ഗായികയായി പ്രത്യക്ഷപ്പെടുക. കുറേ കാലമായി പാടാത്ത ആ കോകിലം വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക. ജനങ്ങൾ ലഹരിയോടെ പ്രതികരിക്കും. അത്യുദാര സംഭാവനകൾ വന്നെത്തും. കെട്ടിടം 1 വർഷത്തിനകം ഉയരും. ഒരു ധർമ്മസ്ഥാപനം. കുബേരന്മാരായ ഡോക്ടർമാർ യോഗികളായി രൂപാന്തരപ്പെടും. ദൈവത്തെ സേവിക്കുവാൻ വ്യഗ്രത പ്രകടിപ്പിക്കും. സൂര്യനാരായണ അനസൂയബായിയെ ചെന്നു കാണുന്നു. സാദിഖ് ആഗ്രഹപ്രകാരം ധർമ്മസ്ഥാപനത്തിൻ്റെ നിർമ്മിതിക്കായി അനസൂയ പാടണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അനസൂയബായി ഇനി പാടുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു. സൂര്യനാരായണയുടെ നിർബന്ധപ്രകാരം അനസൂയ പാടാൻ തയ്യാറാവുന്നു. സാദിഖ് മരണത്തിൻ്റെ അഭ്യൂഹങ്ങൾ കെട്ടടങ്ങിയപ്പോൾ അനസൂയ മതം മാറാൻ തീരുമാനിച്ചു. ഖുർആൻ പഠിച്ചുവോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല, പക്ഷേ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം. ഞാൻ സ്നേഹിച്ചത് ഒരു മുസൽമാനെയായിരുന്നു. അദ്ദേഹം മരിച്ചു. സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് കഴിയണം. താൻ സാദിഖ് 8 വർഷക്കാലം ഭർത്താവിനെ പോലെ സ്നേഹിച്ചതിൻ്റെ കഥ അനസൂയബായി ഇമാമിനോട് പറഞ്ഞു. തനിക്ക് പണ്ടേ അദ്ദേഹത്തിൻ്റെ മതം സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് പ്രോത്സാഹിപ്പിച്ചില്ല. ഇസ്ലാം മതവിശ്വാസികൾ ഒരു മരണാനന്തര സ്വർഗത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശരിയാണെങ്കിൽ തനിക്ക് സാദിഖ് കൂടെ അവിടെ ജീവിക്കണം. താങ്കൾ പ്രശസ്തയാണ്. താങ്കൾ മതം മാറിയാൽ സാദിഖ് വധിച്ച തീവ്രവാദികൾ താങ്കളെയും വധിക്കില്ലേ? ഇമാം ബുഖാരി ചോദിച്ചു. മതപരിവർത്തനം 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന ഒരു പരിപാടിയാണ്. മൗലവി ചൊല്ലിത്തരുന്ന അറബി വചനങ്ങൾ ഉരുവിടുക, 2 സാക്ഷികൾ കരാർ പത്രത്തിൽ ഒപ്പുവെക്കുക, അതുമാത്രമാണ് മതം മാറ്റം. പക്ഷേ മാനസികമായി ഒരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. അനേകം വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്ന ഒരാൾക്ക് അവയെ വിസ്മരിച്ച് ഏകദൈവത്തിനു മുന്നിൽ സർവവും സമർപ്പിക്കുവാൻ കുറച്ചു കാലം വേണ്ടിവരും. ആത്മീയമായ പക്വത പെട്ടെന്ന് കൈവരുന്ന ഒന്നല്ല. ഇമാം പ്രോത്സാഹനം കൊടുത്തില്ല, നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. തായി മതം മാറിയാൽ താൻ ഈ വീട് വിട്ടു പോകുമെന്ന് പരിചാരിക ത്വൽസാബായി പ്രസ്താവിച്ചു. മോഹിനിയുടെ അസുഖം പതുക്കെ സുഖം പ്രാപിക്കുന്നു. സംഗീത കച്ചേരിക്ക് മോഹിനിയെ വീൽചെയറിൽ ഉരുട്ടിക്കൊണ്ടുവന്ന് സിസ്റ്റർ സൂര്യനാരായണയുടെ അടുത്തിരുത്തുന്നു. കാമേശ്വരി ഭർത്താവിനൊപ്പം ജനസമക്ഷം പ്രത്യക്ഷപ്പെടാൻ വിസമ്മതിക്കുന്നു. അടുത്തിരിക്കുന്നത് സൂര്യനാരായണ റാവുവാണെന്ന് മനസ്സിലാക്കിയ മോഹിനി സൂര്യനാരായണയെപ്പറ്റി അഭിമാനത്തോടെ തൻ്റെ രക്ഷിതാവ് എന്നോർക്കുന്നു. ദൈവമേ, എന്നെ ഏകാകിനിയാക്കുവാനോ നീ എനിക്കൊരു ഇണയെ തന്നത്? അത് തീർച്ചയായും അനസൂയബായി തന്നെ. അവർക്കും ജീവിത നേട്ടം വെറും വിഷാദമോ? സൗന്ദര്യം നഷ്ടപ്പെട്ട മോഹിനി ചിന്തിച്ചു. അനസൂയബായിക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? സൗന്ദര്യത്തിൻ്റെ നഷ്ടത്തിലും അസഹനീയമായ മറ്റൊരു നഷ്ടം ഈ ലോകത്തിലുണ്ടോ? അനസൂയയുടെ ഗാനം ആ തിയേറ്ററിൽ അതിരുകൾ പൊട്ടിച്ചൊഴുകുന്ന നദി പോലെ സുശക്തം പ്രവഹിച്ചു. ശ്രോതാക്കളെ ആ സ്വരമാതിരി രോമാഞ്ചമണിയിച്ചു. എവിടെ വെച്ച് കേട്ട് പിന്നീട് മറന്നൊരു ചോദ്യമാണ് തങ്ങൾ കേൾക്കുന്നതെന്ന് അവർ ഓരോരുത്തരും ചോദിച്ചു. ആദിമ മനുഷ്യൻ്റെ പത്നിയുടെ വിലാപം അതായിരുന്നില്ലേ? ഏകാന്തത അനുഭവിക്കാനാണോ നീ എന്നെ സൃഷ്ടിച്ചത്? ഏകാകിനി ആക്കുവാനോ എന്നെ ആനന്ദിപ്പിച്ചത്? മോഹിനിയുടെ ഉച്ചരിക്കപ്പെടാത്ത വാക്കുകൾ കേട്ടില്ലെന്ന സൂര്യനാരായണയുടെ അവളുടെ അങ്കുലികളെ തെല്ലൊന്നമർത്തി പിറുപിറുത്തു. അതെ, ഞാൻ നിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അനസൂയയുടെ വലത്തെ കൈ ചുംബിച്ചുകൊണ്ട് സൂര്യനാരായണ പറഞ്ഞു. സഹോദരി, ഞാൻ ഈ ഉപകാരം എൻ്റെ മരണം വരെ ഓർക്കും.